പുരാതന കനാനിലെ മറ്റേതൊരു പട്ടണത്തെക്കാളും ഉറപ്പേറിയ യെരിഹോ പട്ടണത്തിൻ്റെ നാശത്തെക്കുറിച്ച് ആർക്കിയോളജിക്കൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിരീശ്വരവാദികൾ എന്താണോ പറയുന്നത് അതേ കാര്യം അതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞങ്ങൾ പറയും. ആരാണ് യെരിഹോ പട്ടണത്തെ നശിപ്പിച്ചതെന്ന് ആർക്കിയോളജിക്കൽ എവിഡൻസിൽ നിന്ന് മനസ്സിലാകില്ല. ആ പട്ടണം അപ്രതീക്ഷിതമായി പെട്ടെന്നുള്ളൊരു ആക്രമണത്താൽ നശിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമേ അവർക്ക് പറയാൻ പറ്റുകയുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ആ പട്ടണത്തിന് നേരെ അങ്ങനെ അപ്രതീക്ഷിതമായൊരു ആക്രമണം വന്ന് അത് നശിപ്പിക്കപ്പെട്ടത് എന്ന് ആർക്കിയോളജിയിൽ പറയാൻ പറ്റുകയില്ല. പക്ഷെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പറയും ആരാണ് അത് നശിപ്പിച്ചത്, എന്ത് കാരണം കൊണ്ടാണ് അതിനെ നശിപ്പിച്ചതെന്നുള്ളത് കൂടി ഞങ്ങൾ പറയും. ഈ രണ്ടാമത്തെ കാര്യം അത് നിരീശ്വരവാദികൾക്ക് നല്ല ഒരുമാതിരി ടീമുകൾക്ക് മനസ്സിലായിട്ടില്ല. ദൈവം ചുമ്മാ പോയി അങ്ങ് കൊല്ലാൻ പറഞ്ഞെന്ന് അവരുടെയൊക്കെ വിചാരം. അങ്ങനെയൊന്നുമല്ല, കൃത്യമായ കാരണമുണ്ട്. കൃത്യമായ കാരണം ഇന്ന് ഈ ആധുനിക കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ ഇവിടെയുള്ള ഇന്നത്തെ ഏത് പരിഷ്കൃത സമൂഹത്തിലുള്ള നിയമവ്യവസ്ഥ വെച്ച് നോക്കിയാലും കൊല്ലപ്പെടേണ്ടവരായിരുന്നു അവിടെയുള്ള ജനതകൾ.